പെരുമാറ്റ ചട്ടലംഘനം നടത്തിയെന്ന പരാതിയിൽ പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് ജില്ലാ കളക്ടർക്ക് വിശദീകരണം നൽകി. കുടുംബശ്രീ, KDISC എന്നീ സർക്കാർ സംവിധാനങ്ങൾ പ്രചരണത്തിന് ഉപയോഗിച്ചിട്ടില്ലെന്നും UDFന്റെ പരാതി അടിസ്ഥാനരഹിതമാണെന്നും വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു. കുടുംബശ്രീ പ്രവർത്തകരോട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ച അദ്ദേഹം ജനങ്ങൾക്കിടയിൽ വലിയ പ്രതീക്ഷയുള്ള തൊഴിൽദാന പദ്ധതിയെ താറടിക്കാനാണ് UDF ശ്രമമെന്നും നേരത്തെ കുറ്റപ്പെടുത്തിയിരുന്നു. ജനകീയ പരിപാടികൾ UDFനെ അലട്ടുകയാണെന്നും പരാജയ ഭീതി കൊണ്ടാണ് UDF നിരന്തരം ആരോപണം ഉന്നയിക്കുന്നതെന്നും പറഞ്ഞു. അതേസമയം LDF സ്ഥാനാർത്ഥിയുടെ ചട്ടലംഘനം തുടർക്കഥയാണെന്നും ഇതിനെതിരെ വലിയ പ്രക്ഷോഭം നടത്തുമെന്നും പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി വ്യക്തമാക്കി. കുടുംബശ്രീ പ്രവർത്തകരെ വിളിച്ചുകൂട്ടി വായ്പ വാഗ്ദാനം ചെയ്തു. KDISC എന്ന സർക്കാർ പദ്ധതി വഴി കൺസൾട്ടന്റുമാരെ നിയോഗിച്ച് തൊഴിൽ വാഗ്ദാനം ചെയ്ത് വോട്ട് തേടുന്നു എന്നീ പരാതികളാണ് UDF ഉന്നയിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ തോമസ് ഐസക്കിനോട് വിശദീകരണം തേടിയത്. സർക്കാർ സംവിധാനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്ത് പ്രചരണം നടത്തുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ജില്ലാ കളക്ടർ നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട്. KDISC പദ്ധതി തെരഞ്ഞെടുപ്പിന് മുൻപ് തുടങ്ങിയതാണെന്നും അതിന്റെ ഉപദേഷ്ടാവ് മാത്രമാണ് താനെന്നുമാണ് തോമസ് ഐസക് നേരത്തെ വിശദീകരിച്ചിരുന്നത്. ഐസക് നൽകുന്ന വിശദീകരണം നിർണായകമാകും. ആന്റോ ആന്റണി ഹാട്രിക് വിജയം നേടിയ മണ്ഡലം ഏതു വിധേനയും തിരിച്ചുപിടിക്കാനുള്ള തീരുമാനത്തിലാണ് CPM തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിലെത്തിച്ച് കളം കൊഴുപ്പിക്കുന്നത്. BJPക്കായി അനിൽ ആന്റണിയും ശക്തമായ പ്രചരണവുമായി രംഗത്തുണ്ട്. ത്രികോണം കൊഴുക്കുന്ന പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിലെ തുടർ നടപടികൾ നിർണായകമാകും. തോമസ് ഐസക് ആകും പത്തനംതിട്ടയിൽ എന്ന സൂചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. CPM ജില്ലാ ഘടകത്തിന്റെ ചുമതലയുണ്ടായിരുന്ന അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി പത്തനംതിട്ടയിലെ വിവിധ മേഖലകളിൽ സജീവമായിരുന്നു. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അടൂരിൽ ഒഴികെ UDFനായിരുന്നു ലീഡ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് എത്തിയപ്പോഴേക്കും 7 മണ്ഡലങ്ങളും LDF പക്ഷത്തേക്ക് എത്തി. LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിന്റെ മുഖാമുഖം പരിപാടിയിൽ കുടുംബശ്രീ അംഗങ്ങൾ നിർബന്ധമായും പങ്കെടുക്കണമെന്ന കുന്നന്താനം ഗ്രാമപഞ്ചായത്ത് CDS ചെയർപേഴ്സന്റെ ഓഡിയോ സന്ദേശം വിവാദമായിരുന്നു. കേരള സർക്കാർ സ്ഥാപനമായ KDISCന്റെ ജീവനക്കാരെയും ഹരിതസേനയുമാണ് തോമസ് ഐസക് പ്രചരണത്തിനായി ദുരുപയോഗം ചെയ്തതെന്നും UDF ആരോപിച്ചിരുന്നു. KDISCന്റെ കൺസൾട്ടന്റുകൾ വീടുകൾ കയറി യുവാക്കൾക്ക് ജോലി നൽകുമെന്ന വ്യാജ വാഗ്ദാനം നൽകുകയാണെന്നും പരാതിയിൽ പറയുന്നു. 50,000 പേർക്ക് തൊഴിൽ നൽകുമെന്ന വാഗ്ദാനവുമായി തെരഞ്ഞെടുപ്പിന് വേണ്ടി തോമസ് ഐസക് വിവരശേഖരണം നടത്തുകയാണ്. ഇക്കാര്യം തോമസ് ഐസക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ സൂചിപ്പിച്ചതായും UDF പറയുന്നുണ്ട്. KDISCിലെ യുവ കൺസൾട്ടന്റുകൾ ഡേറ്റാബേസ് ഉണ്ടാക്കി തിരഞ്ഞെടുപ്പ് പ്രചാരകരായി പ്രവർത്തിക്കുകയാണെന്നും UDFന്റെ പരാതിയിൽ പറയുന്നു.